പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോലിനെ കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞ റിപ്പോർട്ടർ ടിവി ഹെഡ് ഡിജിറ്റൽ ജിമ്മി ജെയിംസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വി സദാനന്ദൻ മാസ്റ്റർ MP. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗണഗീതം മതേതരമോ എന്ന വിഷയത്തിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ജിമ്മിയുടെ വിവാദ പരാമർശം. ചെങ്കോലും ഭാരതാംബയുമായി പുതിയ ബിംബങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ജിമ്മി പറഞ്ഞു. ഈ വിഷയത്തിൽ ജിമ്മി പറഞ്ഞത് മുഴുവൻ വിവരദോഷമാണ് എന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ ആക്ഷേപം. പുതിയ പാർലമെന്റ് വന്നപ്പോൾ, പാർലമെന്റിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തവും പിടിച്ചോണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാര ചിഹ്നം. കഴിഞ്ഞ 40-40 വർഷം ഏതോ സ്റ്റോർ റൂമിൽ കിടന്ന സാധനമാണ് ചെങ്കോൽ. ഒരുത്തനൊരു വടിയും പൊക്കിപ്പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടു തൊഴണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഇതേത് ചിഹ്നമാണ്? ജിമ്മിയുടെ ഈ വാക്കുകൾ സ്വരാഷ്ട്രാഭിമാനിയായ ഏതൊരു ഭാരതീയനും ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നും നിസ്സംഗതയോടെ തള്ളിക്കളയാനാവില്ല എന്നും MP ഫേസ്ബുക്കിൽ കുറിച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രി അത് പ്രതിഷ്ഠിച്ചതിനെയാണ് അല്പജ്ഞാനിയും അഹങ്കാരിയുമായ ഈ മാധ്യമപ്രവർത്തകൻ അപമാനകരമായി വ്യാഖ്യാനിച്ചത്. നൂറ്റാണ്ടുകളുടെ മഹിത ചരിത്രം പേരുന്ന ചെങ്കോൽ ഇയാൾക്ക് കുന്തവും വടിയുമായി. നെഹ്റുവിന്റെ മ്യൂസിയം എവിടെയോ കിടക്കുന്ന സ്റ്റോറുമായി. ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത്. ഏറെ ആദരവോടുകൂടി ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. ക്ഷമയ്ക്കും ഒരതിരുണ്ട് എന്നും സദാനന്ദൻ മാസ്റ്റർ കുറിച്ചു. സദാനന്ദൻ മാസ്റ്ററുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഒരു കുന്തം പിടിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ്. ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ജിമ്മി ജെയിംസ് എന്ന മാധ്യമ പ്രവർത്തകന്റേതായി കേട്ട പ്രയോഗമാണിത്. ഇതിൽ കുന്തമെന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് ഭാരത പാർലമെന്റിനായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോലിനെ കുറിച്ചാണ്. ഒരുത്തൻ എന്ന് വിളിച്ചതോ തമിഴ്നാട്ടിലെ ഏറെ പ്രശസ്തമായ സന്യാസി മഠത്തിലെ ആദരണീയനായ ആചാര്യനെയും. എത്ര ധിക്കാരപരമാണ് ഇയാളുടെ നിലപാട്! വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനമാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പുലമ്പിയ ശേഷം തുടർച്ചയായി പറയുകയാണ്. ഈ വിവരദോഷിയുടെ വിടവായിത്തം മുഴുവൻ കേട്ടാലേ ഇയാളുടെയൊക്കെ ഉള്ളിലിരിപ്പ് മനസ്സിലാകും. അതിങ്ങനെയായിരുന്നു: പുതിയ പാർലമെന്റ് വന്നപ്പോ, പാർലമെന്റിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തം പിടിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാര ചിഹ്നം. കഴിഞ്ഞ 40-40 വർഷം ഏതോ സ്റ്റോർ റൂമിൽ കിടന്ന ഒരു സാധനമാണ് ഒരു ചെങ്കോൽ. ഒരുത്തൻ ഒരു വടിയും പൊക്കിപ്പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടു തൊഴണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഇതേത് ചിഹ്നമാണ്? ഇത്രയും ആക്രോശിച്ചിട്ടും ഇയാളുടെ കലി അടങ്ങിയില്ല. പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്വരാജ്യത്തോടും സംവിധാനങ്ങളോടും പരമ പുച്ഛമായിരുന്നു ഇയാളുടെ വാക്കുകളിൽ ഉടനീളം. സത്യത്തിൽ വല്ലാത്തൊരു അമ്പരപ്പാണ് ഇത് കേട്ടപ്പോഴുണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒരു പെരുമാറ്റമാണിത്. ഇയാൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും നാടിന്റെ ചരിത്രം അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ചെങ്കോൽ എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട ചരിത്രം എന്താണ് എന്നും പഠിച്ചു കാണില്ലേ? ഭാരതത്തിന്റെ ശ്രേഷ്ഠ പൈതൃകത്തിലും സംസ്കാരത്തിലും ജിമ്മി സാർ അഭിമാനം കൊള്ളണമെന്നില്ല. കാരണം പൈതൃക നിഷേധികൾക്ക് അത് കഴിയില്ല. പക്ഷേ അധിക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും അധികാരമില്ല, അർഹതയുമില്ല. സ്വരാഷ്ട്രാഭിമാനിയായ ഏതൊരു ഭാരതീയനും ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. നിസ്സംഗതയോടെ തള്ളിക്കളയാനാവില്ല. ദേശസ്നേഹികളായ അനേകം സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെയും ധീരബലിദാനികളുടെയും ജീവാർപ്പണത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ രാജ്യം വിടുമ്പോൾ അധികാരമൊക്കെ മാറ്റത്തിന്റെ പ്രതീകമായി നിയുക്ത പ്രധാനമന്ത്രി നെഹ്റുവിന് ആചാരപരമായ മര്യാദകളോടെ സമർപ്പിച്ച പവിത്ര വസ്തുവാണിത്. തികഞ്ഞ ആദരവോടുകൂടി ചെങ്കോൽ ഏറ്റുവാങ്ങിയ നെഹ്റു അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ദശാബ്ദങ്ങൾക്കിപ്പുറം ഏറെ പ്രാധാന്യത്തോടുകൂടി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് പ്രതിഷ്ഠിച്ചതിനെയാണ് അല്പജ്ഞാനിയും അഹങ്കാരിയുമായ ഈ മാധ്യമപ്രവർത്തകൻ അപമാനകരമായി വ്യാഖ്യാനിച്ചത്. നൂറ്റാണ്ടുകളുടെ മഹിത ചരിത്രം പേരുന്ന ഈ ചെങ്കോൽ ഇയാൾക്ക് കുന്തവും വടിയുമായി. നെഹ്റുവിന്റെ മ്യൂസിയം എവിടെയോ കിടക്കുന്ന ഒരു സ്റ്റോറുമായി. ക്ഷമിക്കാനാവാത്ത അപരാധമാണ് ഇയാൾ ചെയ്തത്. ഏറെ ആദരവോടുകൂടി ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട സഭയുടെ ഭാഗമായി തീർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്.